ചില നായിൻ്റെ മോന്മാരുണ്ട്. ഇന്ത്യ മഹാരാജ്യം അവൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണെന്ന് വിചാരിക്കുന്ന ചില നായിൻ്റെ മോന്മാർ. അവന്മാർക്കൊക്കെ ചൂടോടെ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെന്നറിയോ, പിന്നീട് മറുപടിക്കൊരു പഞ്ച് കുറഞ്ഞു. കണ്ടില്ലേ, അനീഷ് വൈക്കം. ഞാൻ അവൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖവും അവൻ്റെ വൈഫിൻ്റെ മുഖവും മറക്കുന്നതെന്നറിയോ, എനിക്കും മക്കളുണ്ട്, എനിക്കും വൈഫുണ്ട്. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. കണ്ടില്ലേ അവൻ്റെ മെസ്സേജ്? തീവ്രവാദികളുടെ മക്കൾ എന്തിനാണ് അത്തരം സ്കൂളുകളിൽ പഠിക്കാൻ പോണത്? അപ്പോൾ എടാ അനീഷേ, ഞാനങ്ങനെ ഇവൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കി. കണ്ടു നോക്ക് നിങ്ങളുടെ പ്രൊഫൈല്. കണ്ടില്ലേ നിങ്ങളുടെ പ്രൊഫൈല്? നല്ല ഒന്നാം തരം മോങ്ങിജി ഭക്തനാണ്. അതായത് നല്ല ഒന്നാം തരം അണ്ടിമുക്ക് ഷാണക സംഗി. അതെ, അവനാണ് പറയുന്നത്. അപ്പോൾ എടാ അനീഷേ, നിന്നോട് എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ തന്ത നിന്റെ അമ്മയെ, നീ അമ്മയെന്ന് വിളിക്കുന്ന അവരുണ്ടല്ലോ, അവരെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്ക് സ്ത്രീധനം കൊടുത്താണോ ഈ ഇന്ത്യ മഹാരാജ്യം? ആണോടാ? നിന്റെ തന്തയ്ക്ക് നിന്റെ തള്ളേനെ കെട്ടിക്കേണ്ടി വന്നപ്പം സ്ത്രീധനം കൊടുത്താണോ ഇന്ത്യ മഹാരാജ്യം? എടാ അണ്ടിമുക്ക് ഷാണക സംഗി, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടാ. നിനക്കൊക്കെ ചരിത്രം അറിയില്ല. നീയൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് കണ്ടില്ലേ ഒരു പയ്യനെ? കണ്ടില്ലേ? മുഖ്യ കാര്യവാഹകൻ എണ്ണ തേച്ചിട്ട് ഒരു പാവപ്പെട്ട പയ്യനെ കൊന്നിട്ട് വീഡിയോ വന്നിട്ടുണ്ടല്ലോ, കണ്ടാ? നീ അതേപോലെ നിന്റെ മക്കളെയും വിടാൻ പോവാണ? നീ മറ്റേ അണ്ടിമുക്ക് ശാഖയിൽ വിടാൻ പോവാണ? തീവ്രവാദികളാണ് പോലും. എടാ അണ്ടിമുക്ക് തീട്ടം അനീഷേ, നിനക്ക് ചരിത്രം അറിയോ? നീ നിന്റെ അപ്പുപ്പന്മാരുണ്ടല്ലോ, ദാ ഷൂ നക്കി, ദാ ഇത് ദാ 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 ഷൂ, ഉണ്ടല്ലോ ഷൂ നക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് നിന്റെ അപ്പുപ്പന്മാരൊക്കെ ബ്രിട്ടീഷുകാരന്മാരുടെ ഷൂ നക്കി കൊടുക്കുന്ന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്വാതന്ത്ര്യ സമരത്തില് ബ്രിട്ടീഷുകാർ കുട്ടിക്കൊടുത്ത് മാപ്പെഴുതി കൊടുത്ത് ഞങ്ങളെ അഴിച്ചുവിട്, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാദസേവ ചെയ്യാന്ന് പറഞ്ഞ സമയത്തുണ്ടല്ലോ, ഞങ്ങളുടെ അപ്പുപ്പന്മാര്, ഞങ്ങളുടെ പൂർവികര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീര്യമൃത്യു വരിച്ചവരാണ്. അത് നിനക്കൊക്കെ അറിയണമെങ്കിൽ അങ്ങ് പോയി നോക്ക്. എവിടെ? ഇന്ത്യ ഗേറ്റിൽ പോയി നോക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ച മുസ്ലിങ്ങളുടെ പേര് എവിടെ ഉണ്ടാവും? നിന്റെയൊക്കെ ഏതെങ്കിലും ഒരു അണ്ടിമുക്ക് തീട്ടത്തിന്റെ പേര് എവിടെ ഉണ്ടാവോ? എന്തിനു പറയുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കടന്നു പോകുന്ന വഴിയിൽ അത് കണ്ടു നിന്ന് തലതറങ്ങി വീണ് മരിച്ച ഏതെങ്കിലും ഒരു അണ്ടിമുക്ക് തീട്ടം ഉണ്ടാ? അനീഷ, തീവ്രവാദികളാണ് പോലും. എടാ നീയൊക്കെയാണ് ഞങ്ങളുടെ നാടിന്റെ ശാപം, മനസ്സിലായില്ലേ? മനസ്സിൽ വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന നീയൊക്കെയാണ് ഞങ്ങളുടെ നാടിന്റെ ശാപം. എന്താണെന്നറിയോ വിഷയം? മറ്റേ തട്ടമിടൽ ആ കുഞ്ഞിന്റെ, എടാ ഒരു കുട്ടീന്റെ അവകാശമാണ് തട്ടമിടുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത്? അതാ കുട്ടിയുടെ റൈറ്റാന്നാ പറഞ്ഞത്. എടാ അണ്ടിമുക്ക് തീട്ടവേ, ഞങ്ങള് തീവ്രവാദികളല്ലേ? അതായത് പണ്ട് ബ്രിട്ടീഷുകാരന്മാരുടെ ഷൂ നക്കി അവൻ്റെയൊക്കെ കൊതമ്പര നക്കിക്കൊടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് പോലും ഇല്ലാതെ കിടക്കുന്ന നീയൊക്കെ രാജ്യസ്നേഹികള് അല്ലേ? എടാ അണ്ടിമുക്ക് തീട്ടം അനീഷേ, നിനക്കും രണ്ട് ആൺകുട്ടികളല്ലേ വളർന്നു വരുന്നത്. നീ വിടുന്നുണ്ടോ അണ്ടിമുക്ക് ശാഖയില്? ഇന്നലെ ഒരു പയ്യന്റെ ആത്മഹത്യാ കുറിപ്പുണ്ട്. മുഖ്യ കാര്യവാഹകൻ വെളിച്ചെണ്ണ തേച്ചിട്ട് ആ പയ്യനെ ആക്രമിച്ചു. അതിന്റെ പേരിൽ അവൻ ആത്മഹത്യ ചെയ്തു. എടാ ആ മക്കളെങ്കിലും നല്ലവണ്ണം വളർത്തിയെടുക്കാൻ നോക്ക്. ആ മക്കളെങ്കിലും അറിയട്ടെ എൻ്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണ്, അല്ലാതെ ഒരു അണ്ടിമുക്ക് ശാഖയിലെ തീട്ടമല്ല എന്ന്. ഇത് ഇത്രയും പറഞ്ഞെന്തെന്നറിയോ? നിനക്ക് അത്രയ്ക്കും വർഗീയത നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അണ്ടിമുക്ക് തീട്ടവൻ. അവൻ പറയാ തീവ്രവാദികളെന്ന്. എടാ ചാണക സംഖി, എടാ മലം സംഖി, എടാ അണ്ടിമുക്ക് സംഖി, കോഴി സംഖി, തീട്ട സംഖി. എടാ നീയും നിന്റെ പൂർവികന്മാരുമാണ് തീവ്രവാദികള്, മനസ്സിലായില്ലേ? എന്തോരം കേസുകളാണ് വരുന്ന അണ്ടിമുക്ക് തീട്ടമൻ. എടാ അണ്ടിമുക്ക് ചാണക സംഖി, നിന്നെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ട പറ? എടാ ഷൂനക്കിയുടെ ഫോട്ടോ അല്ലടാ നിങ്ങൾ ഇപ്പോഴും വെച്ച് ആരാധിക്കുന്നത്? ഇല്ലേ? ഗാന്ധിജീനെ കൊന്ന എന്താ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ചാണക സംഖ്യയല്ലടാ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഫോട്ടോ വെച്ച് നീയൊക്കെ ആദരിക്കുന്നത്? നീയൊക്കെയാണ് വന്നിട്ട് ഞങ്ങളെ പറയുന്നത്, ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. എടാ ഇന്ത്യ ഗേറ്റിന്റെ ഓരോ മൂലയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട ഓരോ മുസ്ലിങ്ങളുടെ പേര്. ഏതെങ്കിലും ഒരു അണ്ടിമുക്ക് തീട്ടത്തിന്റെ പേര് അവിടെ ഉണ്ടാന്ന് പോയെന്ന് നോക്ക്.
എന്നിട്ട് വന്ന് വിളിക്ക് ഞങ്ങളെ തീവ്രവാദികളെന്ന്. ഇത് ഇന്ത്യയാടാ. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരേപോലെ ഒരേ ഇതിൽ ഒരേ റൈറ്റിൽ ജീവിക്കാൻ പറ്റുന്ന രാജ്യം. അല്ലാതെ നിന്റെ അമ്മയ്ക്കോ നിന്റെ തന്തയ്ക്കോ നിന്റെ തള്ളയ്ക്കോ നിന്റെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയ്ക്ക് ശ്രീധരൻ കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം. കേട്ടാടാ പര അണ്ടിമുക്ക് തീട്ടവൻ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലേ, ഞാനൊരു ഇന്ത്യനാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും തന്ന അണ്ടിമുക്ക് തീട്ടമേ.